കാലവർഷം കനത്തതോടെ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ കോഴിക്കോട് വിലങ്ങാട് നിന്ന് മാറി താമസിക്കാനൊരുങ്ങി പ്രദേശവാസികൾ. ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളെന്ന് കണ്ടെത്തിയ ഇടങ്ങളിൽ ഇപ്പോഴും നൂറുകണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. മഴ കനത്തതോടെയാണ് ഈ കുടുംബങ്ങൾ വാടക വീടുകളിലേക്ക് മാറുന്നത്. വീണ്ടും ഒരു മഴക്കാലം എത്തുമ്പോൾ വിലങ്ങാട്ടിലെ ജനങ്ങൾ ആശങ്കയിലാണ്. എങ്ങോട്ട് പോകും, എവിടെ താമസിക്കും? കഴിഞ്ഞ ജൂലൈ മാസം 30-ാം തീയതി ഈ പ്രദേശത്തെ ആകെ ഉലച്ചുകൊണ്ട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി. അതിനുശേഷം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് വേണ്ട സഹായങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഏതാണ്ട് 160ഓളം കുടുംബങ്ങൾ ഈ ദുരന്തത്തിന് ഇരയായെങ്കിലും കേവലം 31 പേർക്ക് മാത്രമാണ് പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി സർക്കാർ ധനസഹായം നൽകിയത്. ഇനിയും 120ഓളം കുടുംബങ്ങൾ ബാക്കി നിൽക്കുന്നു. മഴക്കാലം കഴിയും വരെയും ഉരുൾപൊട്ടലുണ്ടായ ഇടങ്ങൾ മാത്രമല്ല സമീപ പ്രദേശങ്ങളും സുരക്ഷിതമല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു വിലങ്ങാട്ടുകാർ. വാടക വീട് തേടിയേ മതിയാകൂ. മഴക്കാലം കഴിയും വരെ അവിടെ കഴിയേണ്ടതുണ്ട്. അങ്ങനെ നിരവധി കുടുംബങ്ങളാണ് വിലങ്ങാട് പ്രദേശത്തു നിന്നും മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കുന്നത്. പനോം, മഞ്ഞക്കുന്ന്, മഞ്ഞച്ചീലി, മടാഞ്ചേരി, മലയങ്ങാട് തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നാണ് പലരും വാടക വീടുകളിലേക്ക് മാറുന്നത്. മഴക്കാലം കഴിഞ്ഞു മാത്രമേ ഈ കുടുംബങ്ങൾ ഇനി മടങ്ങി വരികയുള്ളൂ. നരിപ്പറ്റ പഞ്ചായത്ത് 3-ാം വാർഡിലാണ് എൻ്റെ താമസം. എൻ്റെ വീട് ഒരു തുരുത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 2 വശവും കിളിയായതുകൊണ്ട് ഉരുൾ വന്ന് പോയതുകൊണ്ട് ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാണ്. എൻ്റെ അയൽവാസിയുടെ വീട് ഭാഗ്യമായി നഷ്ടപ്പെട്ടു. അവനും ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെതായോ ഒരു ആനുകൂല്യം ലഭിച്ചിട്ടില്ല, എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു മഴ പെയ്യുമ്പോൾ ക്യാമ്പിലേക്ക് പോക്കോ അല്ലെങ്കിൽ സുരക്ഷിതമായി താമസിക്കാനാണ് അധികൃതർ പറയുന്നത്. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല. സർക്കാരിനുള്ള സംവിധാനം എന്തെങ്കിലും കാണിച്ചു തന്നാൽ ഞങ്ങൾ പോകാൻ തയ്യാറാണ്. 11 മാസത്തോളമായി വീടിനുള്ളിലും പറമ്പിലും എല്ലാം കൃഷി കയറി നശിച്ചു. വീടാകെ നാശകോശമായി. പഞ്ചായത്തിൽ കൊടുത്തു, വില്ലേജിൽ കൊടുത്തു, കൃഷി ഓഫീസിൽ കൊടുത്തു. ഇതുവരെ തീരുമാനമില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു ദുരന്താവസ്ഥയിലാണ് ഞങ്ങളുള്ളത്. പെരുമഴക്കാലം അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇത്തവണ മെയിൽ മഴ കടുത്തപ്പോൾ ഏതാനും ദിവസം വിലങ്ങാട് ഹൈസ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിരുന്നു. മഴ കുറഞ്ഞതോടെ പലരും വീണ്ടും പഴയ വീടുകളിലേക്ക് തന്നെ മാറി. അധികൃതർ തയ്യാറാക്കിയ പട്ടികയിൽ ഉൾപ്പെട്ട ദുരിതബാധിതർക്ക് സഹായ പ്രഖ്യാപനമല്ലാതെ ഒന്നും നടന്നില്ലെന്ന വ്യാപക പരാതി നിലനിൽക്കെയാണ് വീണ്ടും മഴക്കാലം കനക്കുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.